നമസ്കാരം കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയ അമേരിക്കൻ ചലച്ചിത്രം വാണ്ടഡ് മാന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് മെക്സിക്കോ ബോർഡറിലാണ്. അവിടെയുള്ള വളരെ വലിയ ഒരു മയക്കുമരുന്ന് വ്യാപാരി തന്റെ അടുത്തെത്തിയ കസ്റ്റമേഴ്സിനോട് ഡീലിംഗ്സുകൾ സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാസ്ക് വെച്ച കുറച്ചധികം തീവ്രവാദികൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കൊള്ളക്കാരെപ്പോലെ തോന്നിച്ചവർ മയക്കുമരുന്ന് വ്യാപാരിയെയും അത് വാങ്ങാൻ വന്നവരെയും കൊല്ലാൻ തുനിഞ്ഞു. വാങ്ങാൻ വന്നിരുന്നവർ തങ്ങൾ DEA ഉദ്യോഗസ്ഥരാണെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞെങ്കിലും അത് പെട്ടെന്ന് വിശ്വസിക്കുവാൻ മാസ്ക് ധരിച്ചു വന്ന കൊള്ളക്കാർ ഒരുക്കമായിരുന്നില്ല. അവർ മയക്കുമരുന്ന് വ്യാപാരികളെയും ആ 2 DEA ഉദ്യോഗസ്ഥരെയും വെടിവെച്ചു കൊന്നു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന മയക്കുമരുന്ന് വ്യാപാരിയുടെ മിസ്ട്രസുമാരായുള്ള 2 പെണ്ണുങ്ങൾ ഓടി രക്ഷപ്പെടുകയാണ്. നടന്നതിന് സാക്ഷിയൊന്നുമില്ലാതിരിക്കാൻ അവരെ കൊല്ലുവാൻ കൊള്ളക്കാർ പിന്നാലെ ചെന്നെങ്കിലും പോലീസ് വരുന്ന ശബ്ദം കേട്ടതും അവർ അവിടെ നിന്ന് മാറിപ്പോയി. കഥ അവിടെ നിന്നും അമേരിക്കയിലേക്ക് തിരിയുകയാണ്. ജോഹാൻസൻ എന്ന പേരുള്ള ഒരു ഓഫീസറെ നമ്മൾ പരിചയപ്പെടുന്നു. വളരെ ക്രൂരനായ, മറ്റുള്ളവരോടൊരു ദാക്ഷിണ്യവും കാണിക്കാത്ത ഒരു ഓഫീസറാണ് അയാൾ. പ്രായമേറിയ ജോഹാൻസൻ ആ അടുത്തൊരു വിവാദത്തിൽ പെട്ടിരുന്നു. അതിന്റെ പേരിലുള്ള പ്രതിഷേധങ്ങളും പോലീസ് സ്റ്റേഷന് മുമ്പിൽ അരങ്ങേറുന്നുണ്ട്. ആ സമയത്തായിരുന്നു ജോഹാൻസൻ അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നതും. പോലീസ് ചീഫായ ഹെർണാണ്ടസ് ജോഹാൻസനെ വിളിപ്പിച്ചു. പിന്നാലെ ജോഹാൻസൻ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി ജോഹാൻസനെ വീഡിയോ കാണിച്ച് ശകാരിക്കാൻ തുടങ്ങി. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഒരു ഇമിഗ്രന്റിനെ ജോഹാൻസൻ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ ആയിരുന്നു അത്. മാത്രമല്ല, ആ വീഡിയോയിൽ കലിപ്പുണ്ട് ജോഹാൻസൻ മെക്സിക്കോക്കാരെ അപമാനിക്കുന്ന തരത്തിൽ ചില വാക്കുകളും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ജോഹാൻസൻ കൂടുതൽ പ്രതിസന്ധിയിലുമായി. ഈ പ്രവൃത്തിക്ക് ജോഹാൻസന്റെ ജോലി വേണമെങ്കിൽ നഷ്ടപ്പെടാമെന്നും പെൻഷൻ പോലും ഇല്ലാതായേക്കാം എന്നും പോലീസ് ചീഫ് ജോഹാൻസനെ വാൺ ചെയ്തു. അത് മേക്കപ്പ് ചെയ്യുവാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പോലീസ് ചീഫ് ജോഹാൻസന് ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി കൊടുത്തു. മെക്സിക്കോ ബോർഡറിൽ വെച്ച് ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഏജന്റുകളായി പോയ 2 DEA ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. കൂട്ടത്തിൽ ഒരു മയക്കുമരുന്ന് വ്യാപാരിയും. അത് പ്രവർത്തിച്ചതാരെന്നും ചരക്ക് മോഷ്ടിച്ചതാരെന്നും മനസ്സിലാക്കാനുള്ള അന്വേഷണമായിരുന്നു ജോഹാൻസനെ പോലീസ് ചീഫ് ഏൽപ്പിച്ചത്. രക്ഷപ്പെട്ടുപോയ 2 പെൺകുട്ടികളുടെ കാര്യവും അവരിപ്പോൾ മെക്സിക്കൻ പോലീസ് സ്റ്റേഷനിലാണ് അഭയം തേടിയിരിക്കുന്നതെന്നും അവിടെ നിന്നും ജോഹാൻസൻ കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായി സുരക്ഷിതമായി അവരെ US കൂട്ടിക്കൊണ്ടുവരണം എന്നും പോലീസ് ചീഫ് ആവശ്യപ്പെട്ടു. മെക്സിക്കോയിലേക്ക് പോകുന്ന കാര്യം ഓർത്തതും ജോഹാൻസന് ദേഷ്യം വന്നിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കുവാൻ ജോഹാൻസന് മുമ്പിൽ മറ്റു വഴികളില്ല. തന്റെ കൂട്ടുകാരും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരുമായ ബ്രൈനറെയും ഹിറ്റ്സിനെയും അവിടുള്ളൊരു പബ്ബിൽ വെച്ച് ജോഹാൻസന് കാണുന്നുണ്ട്. മെക്സിക്കോക്കാർ ഇല്ലീഗൽ ഇമിഗ്രൻസായി US കടന്നു കയറുന്നതിൽ വലിയ എതിർപ്പുള്ള മനുഷ്യനായിരുന്നു ജോഹാൻസൻ. നടക്കുന്ന കാര്യങ്ങളിലുള്ള അതൃപ്തിയും മറ്റും മദ്യപിച്ചിരിക്കുമ്പോൾ ജോഹാൻസൻ കൂട്ടുകാരോട് പറയുന്നുണ്ട്. കൂട്ടുകാരുടെ നിർദ്ദേശം ജോഹാൻസനോട് റിട്ടയർ ചെയ്യാനും മെക്സിക്കോയിലേക്ക് പോവണ്ട എന്നതുമായിരുന്നു. പക്ഷേ തന്റെ ജോലിയെ സ്നേഹിച്ചിരുന്ന ജോഹാൻസൻ എന്തായാലും മെക്സിക്കോയിലേക്ക് പോകണം എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. അന്ന് പബ്ബിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജോഹാൻസന്റെ കാറിൽ ഒരു മെക്സിക്കോക്കാരൻ വന്നിടിക്കുന്നുണ്ട്. ജോഹാൻസനെ അത് വലിയ തോതിൽ ദേഷ്യം പിടിപ്പിച്ചെങ്കിലും അല്പം ശാന്തമായിരിക്കാൻ ജോഹാൻസൻ ശ്രമിച്ചു. അടുത്ത ദിവസം ജോഹാൻസൻ ഡ്യൂട്ടിയുടെ ഭാഗമായി മെക്സിക്കോയിലേക്ക് പോവുകയാണ്. പോകുന്ന സമയം തന്റെ തോക്ക് സുരക്ഷാ കാരണങ്ങളാൽ ജോഹാൻസനെ തിരികെ ഏൽപ്പിക്കണമായിരുന്നു. ബോർഡർ പോലീസിന്റെ ഭാഗത്തെത്തിയതും അവർ ജോഹാൻസന്റെ തോക്ക് വാങ്ങി വെച്ചു. ഡിലാക്രൂസ് എന്ന പേരുള്ള മെക്സിക്കൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ജോഹാൻസനെ വരവേറ്റത്. അദ്ദേഹം തന്നെ ജോഹാൻസനെ കൂട്ടിക്കൊണ്ടുപോയി സാക്ഷികളായിട്ടുള്ള 2 പെൺകുട്ടികളെ കാണിച്ചു കൊടുക്കും. ലെറ്റീഷ്യ എന്നും റോസ് എന്നുമായിരുന്നു ആ പെൺകുട്ടികളുടെ പേരുകൾ. മെക്സിക്കൻ പോലീസ് സംഘം അവരിരുവരെയും ജോഹാൻസന് കൈമാറി. ലെറ്റീഷ്യ മുമ്പ് തങ്ങൾക്കെതിരെ വധശ്രമം നടന്നതുകൊണ്ട് വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ജോഹാൻസനോട് അക്കാര്യം ലെറ്റീഷ്യ പറഞ്ഞെങ്കിലും ജോഹാൻസൻ അതിനൊന്നും കാര്യമായി ചെവി കൊടുക്കുന്നില്ല. പിന്നാലെ അവരുമായി ജോഹാൻസന്റെ കാർ മുമ്പോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. പക്ഷേ കുറച്ചു ദൂരം പിന്നിട്ടതും ഒരു മെക്സിക്കൻ പോലീസുകാർ അവരുടെ കാറിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. തങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി വരുന്നതായിരിക്കും അവർ എന്നായിരുന്നു ജോഹാൻസനും ജോഹാൻസന്റെ കാർ ഡ്രൈവ് ചെയ്തിരുന്ന ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥനും ചിന്തിച്ചത്. പക്ഷേ പെട്ടെന്ന് പോലീസ് കാറിലെ സംഘം അവരെ ആക്രമിക്കുകയാണ്. വലിയൊരു ഷൂട്ടൌട്ട് തന്നെ അവിടെ നടന്നു. തന്റെ മികവുകൊണ്ട് തോക്ക് കൈവശപ്പെടുത്തിയ ജോഹാൻസൻ ആക്രമിക്കാൻ എത്തിയ മെക്സിക്കൻ പോലീസ് വേഷത്തിലുണ്ടായിരുന്നവരെ വെടിവെച്ചു കൊല്ലുകയാണ്. ആ ഒരു അവസരത്തിൽ ജോഹാൻസനും വെടിയേറ്റിരുന്നു. പിന്നാലെ ജോഹാൻസൻ പോലീസ് ചീഫിന് കോൾ ചെയ്തു. എന്താ ഇവിടെ നടക്കുന്നത് എന്ന തരത്തിൽ ചോദിച്ചു. പിന്നാലെ തനിക്ക് പരിക്കേറ്റ കാര്യവും ജോഹാൻസൻ പോലീസ് ചീഫിനോട് പറഞ്ഞു. പക്ഷേ ആ ഷൂട്ടൌട്ടിൽ സാക്ഷികളിൽ ഒരാളായ ലെറ്റീഷ്യയും ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ടത്
ജോഹാൻസനും റോസയും മാത്രമാണ്. പരിക്കേറ്റ് വീഴാൻ തുടങ്ങിയ ജോഹാൻസൻ റോസയോട് തന്റെ മുറിവിൽ മരുന്ന് വെക്കുവാൻ സഹായം ചോദിച്ചു. പക്ഷേ മുറിവിന്റെ ആലസ്യത്തിൽ ജോഹാൻസൻ മയങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് ബോധം തെളിയുമ്പോൾ ജോഹാൻസൻ ഒരു കട്ടിലിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു. ചികിത്സയ്ക്കു വേണ്ടിയുള്ള സൗകര്യങ്ങളും ജോഹാൻസന് നൽകപ്പെട്ടിരുന്നു. ജോഹാൻസൻ എഴുന്നേറ്റത് അവിടുണ്ടായിരുന്ന താടിവെച്ച മനുഷ്യൻ പറഞ്ഞതും അങ്ങോട്ടേക്ക് റോസയും മറ്റൊരാളും കടന്നു വന്നു. അതൊരു മെക്സിക്കൻ പോലീസ് ഓഫീസർ ആയിരുന്നു. യാഥാർത്ഥ്യത്തിൽ റോസയുടെ സഹോദരനാണ് അയാൾ. റിഗ്വേൽ എന്നാണ് അയാളുടെ പേര്. റിഗ്വേലിന് ജോഹാൻസനെ അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. തന്നെ എന്തിനാണ് ബന്ധിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റോസ അതിന്റെ മറുപടി പറഞ്ഞു. റോസയുടെ സഹോദരന്റെ വീട്ടിലായിരുന്നു അവരപ്പോൾ ഉണ്ടായിരുന്നത്. തങ്ങളെ ആക്രമിച്ച മെക്സിക്കൻ പോലീസുകാരെ പറ്റി ജോഹാൻസൻ ചോദിച്ചപ്പോൾ അവരൊന്നും യഥാർത്ഥ പോലീസുകാരല്ല എന്നായിരുന്നു റിഗ്വേൽ മറുപടി പറഞ്ഞത്. ഇതേസമയം USA-യിൽ ജോഹാൻസനെ പറ്റി വിവരമില്ലാതെയും ജോഹാൻസൻ ആക്രമിക്കപ്പെട്ട വിവരമറിഞ്ഞും ജോഹാൻസന്റെ കൂട്ടുകാരനായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ബ്രെയ്നർ പോലീസ് ചീഫിന്റെ മുമ്പിലേക്കെത്തുകയാണ്. ജോഹാൻസനെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് ചീഫിനോട് ചോദിച്ചറിയാൻ ബ്രെയ്നർ ശ്രമിച്ചു. പക്ഷേ പോലീസ് ചീഫ് ഒന്നും വിട്ടുപറയുന്നുണ്ടായിരുന്നില്ല. ജോഹാൻസനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ താൻ സഹായിക്കാം എന്നൊരു ഓഫറൊക്കെ ബ്രെയ്നർ വെച്ചെങ്കിലും അദ്ദേഹം റിട്ടയർഡായ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് പോലീസ് ചീഫ് അതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു. മറുവശത്ത് റോസയാകട്ടെ ജോഹാൻസനെ പരിചരിക്കുകയാണ്. ആ സമയം അമേരിക്കൻ പോലീസ് ഉദ്യോഗസ്ഥരെ പറ്റിയുള്ള തന്റെ ഭീതിയെപ്പറ്റിയും ജോഹാൻസനടക്കം കൊള്ളക്കാരുടെ സംഘത്തിലെ ആളാണോ എന്ന് സംശയമുണ്ടെന്നും റോസ ജോഹാൻസനോട് പറഞ്ഞു. പക്ഷേ താനൊരു നല്ല പോലീസുകാരനാണെന്നും ഒരിക്കലും കൊള്ളക്കാരനോ തീവ്രവാദിയോ ഒന്നുമല്ല എന്നുമായിരുന്നു ജോഹാൻസന്റെ മറുപടി. എന്തുകൊണ്ടാണ് അത്തരത്തിൽ അവൾ ചോദിച്ചത് എന്നുള്ള ചോദ്യത്തിന് റോസ മറുപടിയും പറഞ്ഞു. വലിയ മയക്കുമരുന്ന് വ്യാപാരി കൊല്ലപ്പെട്ട ദിവസം കൊള്ളക്കാർ ആക്രമിക്കുമ്പോൾ താനും മറ്റേ പെൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നുവെന്നും ആ സമയം മാസ്ക് വെച്ച കൊള്ളക്കാരിലൊരാൾ താനും പോലീസുകാരനാണ്, നിങ്ങളുടെ മുൻ കൊളീഗാണ് എന്ന് പറയുന്നത് കേട്ടെന്നും റോസ ജോഹാൻസനോട് വ്യക്തമായും പറഞ്ഞു. പക്ഷെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവർ തന്നെയാണ് DEA ഏജന്റ്സ് ആയിട്ടുള്ള ആ അണ്ടർ കവർ ഉദ്യോഗസ്ഥരെയും മയക്കുമരുന്ന് വ്യാപാരിയെയും കൊലപ്പെടുത്തിയത് എന്നും റോസ വ്യക്തമാക്കി. ജോഹാൻസനെ സംബന്ധിച്ച് അതല്പം ഷോക്കിംഗ് ആയ കാര്യമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ റോസയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അവിടെ തുടരുന്നത് സേഫ് അല്ലെന്നും അവിടെയും അവർ ആക്രമിക്കപ്പെടുമെന്നും ജോഹാൻസൻ റോസയോട് പറഞ്ഞു. തനിക്ക് പോലീസ് ചീഫിനൊരു കോൾ ചെയ്യണമെന്നും കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കണമെന്നും ജോഹാൻസൻ റോസയോട് ആവശ്യപ്പെട്ടു. റോസയെ ആദ്യം മടിച്ചെങ്കിലും അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണെന്നും ബാക്കപ്പിന് വേണ്ടിയാണെന്നുമൊക്കെ ജോഹാൻസൻ പറഞ്ഞതോടെ റോസ ഫോൺ കൈമാറുന്നുണ്ട്. ജോഹാൻസൻ പോലീസ് ചീഫിനെ വിളിച്ച് പ്രതികൾ അമേരിക്കൻ പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥരാണ് എന്ന കാര്യം വ്യക്തമാക്കി. പിന്നാലെ പരിക്കേറ്റ താൻ ചികിത്സയിലാണെന്നുള്ള കാര്യവും സാക്ഷികളിൽ ഒരാൾ കൊല്ലപ്പെട്ട വിവരവും കൃത്യമായി പോലീസ് ചീഫിനോട് പങ്കുവച്ചു. തന്നെയും റോസയെയും സുരക്ഷിതമായി അമേരിക്കയിലേക്ക് കൊണ്ടുപോകുവാൻ ബാക്കപ്പ് അയക്കണമെന്നും ജോഹാൻസൻ ആവശ്യപ്പെട്ടു. ജോഹാൻസൻ കുഴപ്പമില്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ് എന്ന് റോസയ്ക്കും റോസയുടെ സഹോദരനും ബോധ്യപ്പെട്ടു തുടങ്ങിയിരുന്നു. പിന്നീട് അവർ ഒന്നിച്ചിരുന്ന് ലഞ്ച് കഴിക്കുമ്പോൾ റോസയുടെ സഹോദരൻ അക്രമകാരികളിൽ നിന്ന് റോസയെ രക്ഷപ്പെടുത്തിയതിന് ജോഹാൻസനോട് നന്ദി പറഞ്ഞു. മുമ്പൊരു ഫെഡറൽ പോലീസ് ഓഫീസറെ കൊന്നു എന്ന സംശയത്തിൽ ജോഹാൻസൻ പെട്ടിട്ടുള്ളതുകൊണ്ടാണ്, ജോഹാൻസനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ കേട്ടതുകൊണ്ടാണ് ജോഹാൻസനെ ഇത്തരത്തിൽ വിലങ്ങണിയിപ്പിച്ചിരിക്കുന്നത് എന്നും റോസയുടെ സഹോദരൻ എടുത്തു പറഞ്ഞു. അത് കേട്ടതും ജോഹാൻസന്റെ ദേഷ്യം വീണ്ടും ആളിക്കത്തി. ജോഹാൻസൻ പ്രതികരിച്ചതും റോസയുടെ സഹോദരൻ മറ്റൊരു സഹോദരന്റെ സഹായത്തോടെ ജോഹാൻസനെ വീണ്ടും വിലങ്ങണിയിപ്പിക്കുകയാണ്. താൻ റോസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാ ഇവിടുള്ളത് എന്ന് ജോഹാൻസൻ പറഞ്ഞെങ്കിലും ആ ഒരു അവസരത്തിൽ അവർ ജോഹാൻസനെ വീണ്ടും വിലങ്ങണിയിപ്പിക്കുകയായിരുന്നു. കാര്യങ്ങൾ നല്ല രീതിയിലാകണം എന്നുള്ളതുകൊണ്ട് റോസ തന്റെ സഹോദരനുമായി പിന്നീട് സംസാരിച്ചു. റോസ US-ൽ പോയി മൊഴി കൊടുക്കുന്നതിനോട് സഹോദരന് യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ സഹോദരനെ പറഞ്ഞു മനസ്സിലാക്കാൻ റോസ ശ്രമിച്ചു. ഒടുവിൽ സഹോദരൻ സമ്മതിക്കുമെന്ന ഘട്ടമെത്തി. അപ്പോഴാണ് അവരുടെ വീടിന് മുമ്പിലേക്ക് ഒരു മാഫിയ സംഘം വന്നെത്തുന്നത്. പുറത്ത് പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ട് റോസയുടെ ചേട്ടൻ പുറത്തേക്ക് ചെന്നു നോക്കി. പുറത്ത് മാഫിയ സംഘത്തെ മിക്വേൽ നോക്കിക്കണ്ടു. മാഫിയ സംഘം പുറത്തുനിന്ന് ജോഹാൻസനെയും റോസയെയും വിട്ടുതരണം എന്നാവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ലാതെ തങ്ങൾ പോകുമെന്നും അല്ലെങ്കിൽ അവിടെ ഷൂട്ടൌട്ട് നടക്കും എന്നും മാഫിയ സംഘം ഭീഷണിപ്പെടുത്തി. പിന്നെ പറയണ്ടല്ലോ, വലിയൊരു ഷൂട്ടൌട്ട് തന്നെ അവിടെ അരങ്ങേറുകയാണ്. കട്ടിലിൽ വിലങ്ങുകൊണ്ട് ബന്ധിച്ച നിലയിൽ ഉണ്ടായിരുന്ന ജോഹാൻസൻ ആകട്ടെ തന്നെ മോചിപ്പിക്കാനും താൻ സഹായിക്കാമെന്നും പറഞ്ഞു. ആദ്യമൊന്നും മിക്വേൽ അതിന് തയ്യാറായില്ലെങ്കിലും എതിരാളികളുടെ പോരാട്ടത്തിൽ അല്പം വയ്യാതായതും തന്റെ സഹോദരനോട് ജോഹാൻസനെ മോചിപ്പിക്കാൻ പറഞ്ഞ് താക്കോൽ മിക്വേൽ കൊടുത്തു. ജോഹാൻസനെ മോചിപ്പിക്കാൻ സഹോദരൻ അങ്ങോട്ടേക്ക് ചെന്നതും വെടിയേറ്റു വീഴുകയാണ്. ജോഹാൻസൻ ഒരു തരത്തിൽ താക്കോൽ കൈവശപ്പെടുത്തി തന്റെ വിലങ്ങഴിച്ചു. പിന്നെ വൈകിയില്ല.
കൊല്ലപ്പെട്ടു വീണ സഹോദരന്റെ ഷോട്ട് ഗണ്ണുമെടുത്ത് കടന്നുവന്ന ജോഹാൻസൻ മാഫിയ സംഘത്തിനെതിരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പോരടിക്കുകയാണ്. അവരെയൊക്കത്തെയും ജോഹാൻസൻ കൊന്നുതള്ളി. അവിടെ നിന്നാൽ സുരക്ഷിതമല്ലെന്ന് കാണുന്നതും റോസയെയും ജോഹാൻസനെയും അവിടെ നിന്ന് പോകുവാൻ മിഗ്വേൽ സമ്മതിക്കുകയാണ്. റോസയുടെ അമ്മ ചെലവിനായി അവൾക്ക് കുറേയധികം പണവും കൊടുത്തു. പിന്നാലെ തനിക്കേറെ പ്രിയപ്പെട്ട ഒരു നെക്ലസ് റോസയുടെ അമ്മ ജോഹാൻസന് ധരിപ്പിക്കുന്നുണ്ട്. തന്റെ മകളെയും തങ്ങളെയും രക്ഷിച്ചതിനുള്ള നന്ദിയായിട്ടായിരുന്നു അത്. ഇതൊരു സ്പാനിഷ് നെക്ലസ് ആണെന്നും കുറുക്കന്മാരെ എതിരിടാൻ കുറുക്കന്മാരെ പോലെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്നും ആ സമയം റോസയുടെ അമ്മ പറഞ്ഞു. വൈകാതെ ജോഹാൻസനും റോസയും യാത്ര തുടങ്ങി. യാത്രാമധ്യേ പോലീസ് ചീഫിനെ വിളിക്കണം എന്ന് ജോഹാൻസൻ പറഞ്ഞതും റോസ അതിനെ എതിർത്തു. ഓരോ തവണ പോലീസ് ചീഫിനെ വിളിക്കുമ്പോഴും തങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നും മാത്രമല്ല DEA ഉദ്യോഗസ്ഥരെ കൊന്നത് പോലീസ് സേനയിലുള്ളവരായിരുന്നു എന്നുള്ള കാര്യവും റോസയ്ക്ക് അറിയാമല്ലോ. റോസ അത് ജോഹാൻസനോട് പറഞ്ഞതുമാണ്. അതുകൊണ്ട് പോലീസ് ചീഫാണോ ഇതിന് പിന്നിലുള്ളതെന്ന് തനിക്ക് സംശയമുണ്ടെന്നും റോസ ജോഹാൻസനോട് വ്യക്തമാക്കുകയാണ്. അല്ലെന്ന് ജോഹാൻസൻ പറഞ്ഞതോടെ അതിന്റെ പേരിൽ ഇരുവരും വാക്കുതർക്കം തന്നെ നടന്നു. പോലീസ് ചീഫിനെ അല്ലാതെ സുരക്ഷിതമായി ബോർഡറിൽ നിന്നും തങ്ങളെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ജോഹാൻസന് വിശ്വാസമുള്ള മറ്റാരെയെങ്കിലും വിളിക്കുവാൻ റോസ ആവശ്യപ്പെട്ടു. ഒടുവിൽ ജോഹാൻസൻ അതിന് സമ്മതിക്കുകയാണ്. സമയം രാത്രി പിന്നിട്ടിരുന്നതിനാൽ ജോഹാൻസനും റോസയും ഒരു മോട്ടലിൽ അഭയം തേടി. അവിടെ എത്തിയതും അടുത്ത ദിവസം തങ്ങളെ സുരക്ഷിതമായി കൊണ്ടുപോകുവാൻ ജോഹാൻസൻ തന്റെ കൂട്ടുകാരനും വിശ്വസ്തനുമായ ബ്രെയിനറെ കോൾ ചെയ്തു. പിറ്റേന്ന് പുലർച്ചെ ജോഹാൻസനും റോസയും ഉണരുമ്പോൾ അവരുടെ ഹോട്ടൽ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. റോസ അല്പം പാനിക്കായി. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നത് ജോഹാൻസന്റെ പാർട്ട്ണറായ പോലീസ് ഉദ്യോഗസ്ഥരും ബ്രെയിനറും മറ്റ് 2 കൂട്ടുകാരുമായിരുന്നു. വൈകാതെ പോലീസും FBI-യും അങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും സുരക്ഷിതമായി പോകുവാൻ നമുക്ക് വേഗം തന്നെ പോകണം എന്നും അവർ ജോഹാൻസനോട് പറഞ്ഞു. ജോഹാൻസൻ അങ്ങനെ വളരെ പെട്ടെന്ന് റെഡിയായി റോസയ്ക്കൊപ്പം അവർ കൊണ്ടുവന്ന കാറിൽ കയറി യാത്ര തിരിക്കുകയാണ്. ജോഹാൻസൻ റോസയുമായി കയറിയത് ബ്രെയിനറും കൂട്ടുകാരൻ ടിനേലിയുമുള്ള കാറിലേക്കായിരുന്നു. ജോഹാൻസന്റെ പാർട്ട്ണർ ഹിൽസ് മറ്റൊരു കാർ ഓടിക്കുന്നു. ബ്രെയിനർ തിരഞ്ഞെടുത്തത് യഥാർത്ഥ പാതയായിരുന്നില്ല. എളുപ്പത്തിൽ കടന്നുപോവാൻ സാധിക്കുന്ന, പ്രശ്നമൊന്നുമില്ലാതെ സുരക്ഷിതമായി കടന്നുപോവാൻ സാധിക്കുന്നതെന്ന് ജോഹാൻസനോട് പറഞ്ഞിട്ടുള്ള മറ്റൊരു പാതയായിരുന്നു. യാത്രയിലുടനീളം ബ്രെയിനർ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയമാണ് റോസ ഒന്ന് ശ്രദ്ധിച്ചത്. ബ്രെയിനറുടെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ്. ആ ബ്രേസ്ലെറ്റ് മുമ്പ് കണ്ടതുപോലെ റോസയോർത്തു. ഒരു ഞെട്ടലോടെ റോസയക്കാര്യം മനസ്സിലാക്കി. അന്ന് മയക്കുമരുന്ന് വ്യാപാരിയെയും DEA ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തിയ പോലീസുകാരിൽ ഒരാളുടെ കയ്യിൽ അതേ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്ന കാര്യം അന്ന് അവിടെ എത്തിയിരുന്ന കൊള്ളക്കാരുടെ സംഘത്തിലെ ഒരാൾ ബ്രെയിനർ ആണെന്ന് റോസ മനസ്സിലാക്കി. പിന്നാലെ രഹസ്യമായി ജോഹാൻസനടുത്ത് താൻ മനസ്സിലാക്കിയ കാര്യം റോസ പറയുകയാണ്. നിങ്ങളുടെ ഈ ഫ്രണ്ട്സിനെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നും റോസ വ്യക്തമാക്കി. കാര്യങ്ങൾ മനസ്സിലായതും ജോഹാൻസൻ ബ്രെയിനറോട് കാറൊന്ന് നിർത്താൻ പറഞ്ഞു. കാറ് നിർത്തിയപാടെ ബ്രെയിനറെയും കൂട്ടി ജോഹാൻസൻ അവിടെ നിന്ന് കുറച്ചു മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. റോസയിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം അന്നവിടെ ആക്രമണം നടത്തിയ കൊള്ളക്കാരെന്ന് കരുതുന്നവർ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നെന്നും അവർ ചരക്ക് മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും ജോഹാൻസൻ ബ്രെയിനറോട് പറഞ്ഞു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആരായിരിക്കും അത് എന്ന തരത്തിൽ ഒന്നും അറിയാത്ത പോലെ ജോഹാൻസൻ ബ്രെയിനറോട് ചോദ്യമുന്നയിച്ചു. ബ്രെയിനർ പ്രതിസന്ധിയിലാകുന്നത് ജോഹാൻസൻ നോക്കിക്കണ്ടിരുന്നു. പിന്നാലെ DEA മെമ്പേഴ്സിനെയും മയക്കുമരുന്ന് വ്യാപാരിയെയും കൊന്നത് നീയും നിന്റെ ട്രൂപ്പും ചേർന്നിട്ടാണോ എന്ന് ജോഹാൻസൻ ചോദിച്ചതോടെ താൻ പെട്ടെന്ന് ബ്രെയിനറിന് വ്യക്തമായും മനസ്സിലായി. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് അത്രയും ചൂടുള്ള അവിടെ എന്തിനാ ഇറങ്ങി നിൽക്കുന്നത് എന്ന് ചോദിച്ച് ഹിൽസും ടിനേലയും അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നറിഞ്ഞതും അവർ ജോഹാൻസന് നേരെ തോക്ക് ചൂണ്ടി. പിന്നാലെ റോസയെ പിടികൂടി കൊണ്ടുവരാൻ ജോഹാൻസൻ ടിനേലയോട് പറഞ്ഞു. പക്ഷെ അതൊക്കെ അപകടമാണ്, ഇത്തരത്തിൽ മുമ്പോട്ട് പോവരുത് എന്നായിരുന്നു ഹിൽസ് ആവശ്യപ്പെട്ടത്. ജോഹാൻസനെയും കൂടെ ചേർത്താൽ അത് നമുക്കൊരു അസറ്റായിരിക്കും എന്നൊരു സംസാരവും അവിടെ ഉയരുന്നുണ്ട്. ജോഹാൻസനെ ഒന്നും ചെയ്യരുത് എന്ന തരത്തിൽ നടന്ന വാക്കുതർക്കത്തിനിടയിൽ ഒരവസരം ജോഹാൻസന് വീണ് കിട്ടുന്നു. ആ അവസരം മുതലെടുത്ത് ജോഹാൻസൻ തന്റെ എതിരാളികളോട് ഫൈറ്റ് ചെയ്തു. അവരെയൊക്കെ കൈകാര്യം ചെയ്ത് വീഴ്ത്തിയ ശേഷം മോചിതനായ ജോഹാൻസൻ റോസയ്ക്കൊപ്പം വണ്ടിയുമെടുത്ത് US-ലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. ഇല്ലീഗൽ ഇമിഗ്രന്റായി പണം കൊടുത്ത് മറ്റൊരാളുടെ സഹായത്തോടെ മെക്സിക്കോ ബോർഡറിനുള്ളിൽ വീണ്ടും പെട്ടുപോയിരുന്ന അവർ അവിടെ നിന്ന് സുരക്ഷിതമായി അമേരിക്കയിലേക്ക് കടക്കുകയാണ്. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. കുറേയധികം ദൂരം നടക്കാനും അമേരിക്കയിലേക്ക് കടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ജോഹാൻസൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതോടെ മെക്സിക്കോയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ പറ്റിയുള്ള ജോഹാൻസന്റെ ചിന്ത തന്നെ മാറുന്നു. ഒരു ജീവിതം തേടി എത്രമേൽ കഷ്ടപ്പെട്ടിട്ടാണ് അവർ അമേരിക്കയിലേക്ക് വരുന്നത് എന്ന് ജോഹാൻസൻ മനസ്സിലാക്കുന്നു. പക്ഷെ അവർ സുരക്ഷിതമായി ഇല്ലീഗൽ വഴിയിലൂടെ അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നതും പോലീസ് എത്തി അവരെ അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് ഒരു മാസത്തിനു ശേഷം
ശേഷം പോലീസ് ചീഫ് ജോവാൻസിനെ മീറ്റ് ചെയ്യുകയായിരുന്നു. അന്ന് പിടിക്കപ്പെട്ടെങ്കിലും പോലീസായതുകൊണ്ട് ജോവാൻസിന് വേഗത്തിൽ പുറത്തു വരാൻ സാധിച്ചിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ സാക്ഷിയോടെ കോടതിക്കും പോലീസിന് മുമ്പിൽ അവതരിപ്പിച്ച് ആ കേസ് ക്ലോസ് ചെയ്യാനും ജോവാൻസനായി. അതോടെ ജോവാൻസിന്റെ ചീത്തപ്പേരും മാറി. അത്രയും വലിയൊരു കാര്യത്തിന് സാക്ഷിയായ റോസയ്ക്ക് അമേരിക്കൻ ഗവൺമെന്റ് പാരിതോഷികം എന്ന രീതിയിൽ സിറ്റിസൺഷിപ്പും ഓഫർ ചെയ്തിരുന്നു. അന്ന് ജോവാൻസിനെ കാണാൻ റോസയും അങ്ങോട്ടേക്കെത്തി. അവരിരുവരും കുറച്ച് സംസാരിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.